ഫാൻസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, അതായത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താ? ലൈക്ക് ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോകുമ്പോഴായിട്ടായാലും അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഷോക്ക് പോകാനാണെങ്കിൽ ഷോ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ചോദിക്കും ബ്രോ, ഏതെങ്കിലും അവിടെയുള്ള നമ്മളെ കൊണ്ടുവന്ന ചെയർപേഴ്സൺ ആരാണെങ്കിലും അവരോട് ചോദിക്കും, ബ്രോ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു, സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന്. അതെങ്ങനെയാണെങ്കിലും ഞാൻ ചോദിക്കും. നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു പൈസ ഒക്കെ തന്നിട്ട് നമ്മൾ പരിപാടി നടത്തിയിട്ട് നമ്മൾ ചോദിക്കണമല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ, സാറ്റിസ്ഫൈഡ് അല്ലേ എന്നല്ല, അത് ചോദിക്കലുണ്ട്. അപ്പോൾ അത് അവർ ഓക്കെയാണ് ബ്രോ, അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. എങ്ങനെയായിരിക്കും ഈ ഒരു കോളേജിലൊക്കെ ഷോയ്ക്ക് പോകുമ്പോൾ ആ ഒരു ക്രൗഡിനെ കാണുമ്പോൾ എന്താ ശരിക്കും ഉള്ളിൽ തോന്നാറ്? സന്തോഷം തന്നെ, അതിൽ കൂടുതലൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്, നമ്മൾ വിചാരിക്കണില്ലല്ലോ ഇങ്ങനെ ആവുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഏതോ സ്കൂളിൽ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയി, എന്നിട്ട് MLA ഉണ്ട് ആ ഒരു മൊമെന്റ് ഇങ്ങനെ പറയണ്ടായിരുന്നു. അതായത് ചെറിയൊരു പരിപാടിയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി, എന്നെ അവരൊരു ഗസ്റ്റ് ആയിട്ട് കണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കണ ഒരു കേസാണ്. അപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഹാപ്പി ആവല്ലോ. ആ ഒരു കാര്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ, നീ എപ്പറ്റി എത്തില്ലടാ. അങ്ങനെയല്ല, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ചില ടീച്ചേഴ്സും അവരൊക്കെ പറയും, ഇവിടെ എത്തൂല ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാസ്സായിട്ടൊന്നും ഇവിടെ എത്താൻ പോണില്ല എന്നൊക്കെ പറയും. അതേ സ്ഥലത്തേക്ക് ഇപ്പൊ ചെന്നിട്ടുണ്ടോ വീണ്ടും? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ പോയിട്ട് നമ്മളവിടെ പോയിട്ട് ഞാൻ എത്തി എന്നൊന്നും പറഞ്ഞിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വിളിച്ചാ പോവോ? ഇനി പഠിച്ച കോളേജിൽ നിന്നൊക്കെ ഗസ്റ്റ് ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞാൽ പോവോ? സന്തോഷത്തോടെ പോവും. സന്തോഷത്തോടെ പോവും. കോളേജിൽ വിളിച്ചാൽ പോവും. സങ്കടമൊക്കെ വന്നാൽ എങ്ങനെയാ അത് ഓവർകം ചെയ്യാറ്? മ്യൂസിക് തന്നെയാണ്, പാട്ട് കേൾക്കും. പാട്ടുകളൊക്കെ കേൾക്കുക. അതന്നെ, പാട്ടുകൾക്കൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എനിക്കിട്ടാ. ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത്, പാട്ട് കേൾക്കുന്ന സമയത്ത് ചിലർ പറയും ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് പാട്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൈൻഡ്. ഞാനങ്ങനെ ചിലപ്പോൾ എനിക്ക് ചില സമയങ്ങളിൽ പാട്ട് തന്നെയാണ്. ദേഷ്യം വന്നാലും പാട്ട് കേൾക്കും. ചില സമയത്ത് പാട്ടൊക്കെ കേൾക്കും. ഞാനെപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഒരു പാട്ട് തന്നെ ഇട്ടിട്ട് ലൂപ്പിലിട്ടിട്ട് 100 വട്ടം ഒക്കെ കേൾക്കും. ചില പാട്ടുകൾ അങ്ങനെയാണല്ലോ, നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന പാട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഏതാ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കേട്ട പാട്ട് എൻ്റെ പാട്ട് തന്നെ ആയിരിക്കും. ഞാൻ ഇറങ്ങണതിന്റെ മുമ്പ് ഞാൻ എൻ്റെ പാട്ടുകൾ തന്നെ ഇങ്ങനെ കേൾക്കും. റിലീസ് ആവണതിന് മുന്നേ ഒരു റഫ് മിക്സ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതിങ്ങനെ ലൂപ്പിലിട്ടിട്ട് കേൾക്കുമല്ലോ, അപ്പം അതന്നെ ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പം എൻ്റെ കുറേ റീസെൻ്റ് ആയിട്ട് ഇറങ്ങാണ്ട് ട്രാക്കുകൾ. മക്കന എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങാണ്ട്, അത് ഞാൻ കുറേ ആയിട്ട് മക്കന അതിൻ്റെ പിന്നാലാണ്. കുറേ ആയിട്ട് ആ പാട്ടിൻ്റെ പിന്നാലെ, മക്കന എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പിന്നാലെ. അത് ഇറക്കിയിട്ടില്ല. ഞാനും ആബ്രോ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരൻ അതിനെ മ്യൂസിക് ചെയ്യുന്നു. പിന്നെ ഞാൻ അതിൽ അറബിയൊക്കെ ഇങ്ങനെ കുറച്ച് മലയാളം അറബിക് അങ്ങനെയുള്ളൊരു ട്രാക്കാണ്, ഒരു അറബി മലയാളം പാട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് നടക്കുന്ന ട്രാക്കാണ്. അത് എത്രത്തോളം അതിൻ്റെ ഔട്ട് വന്നില്ലെന്ന് എനിക്കറിയില്ല. അപ്പം അതിങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുമോ ഇങ്ങനെ. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, അത് റിലീസ് ചെയ്യണം. അതെൻ്റെ ഒരു ഇപ്പം നമ്മൾ ചില ഡയറക്ടർമാരൊക്കെ പറയില്ലേ എൻ്റെ ഡ്രീം പ്രോജക്റ്റാണെന്നൊക്കെ പറയണ പോലെ ഉള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എൻ്റെ ഒരു ഡ്രീം സോങ് ഒക്കെയാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ മേ ബി അത് ആൾക്കാർക്ക് ഓഡിയൻസിന് വർക്കാവോ എന്നൊന്നും എനിക്കറിയില്ല. മ്യൂസിക്കിലെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ റഹ്മാൻ ഇഷ്ടമാണ്. വേറെ ആരെങ്കിലും ഒരു പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സോങ് ചൂസ് ചെയ്താൽ പറയാൻ പറ്റുക? വേറൊരു ഫേവറേറ്റ് സോങ് അല്ലേ, ഏത് മൂഡിലാണെങ്കിലും ഞാൻ ആ സോങ്. അങ്ങനെ ഒരു പാട്ടുണ്ട്, ഈ പാട്ടില്ലേ, അങ്ങനെ ഒരു പാട്ടുണ്ട്, അങ്ങനെ ഒരു സോങ് ഉണ്ട്, തോപ്പീർ എന്ന് പറഞ്ഞൊരു സോങ്, ഹിന്ദി സോങ് ആണ്. ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ വേറൊരു സോങ് ഉണ്ട്, ബഞ്ചാര എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, ആ പാട്ടറിയില്ലേ, അതും. ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന സോങ്ങാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ്. MBLന്റെ സോങ് പലരും കവർ സോങ് ആയിട്ട് പാടാറുണ്ട്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഹാപ്പിയാണ്. നമ്മളെ പാട്ടുകളൊക്കെ കവറായിട്ട് ഇപ്പോൾ കേജൊക്കെ എത്ര ആൾക്കാരായി കവർ സോങ് പാടുന്ന, ഏകദേശം എല്ലാവരും കുറേ ആൾക്കാർ പാടിയിട്ടുണ്ട്. ഹാപ്പിയാണ്. നമ്മളെ പാട്ടെടുത്തിട്ട് വേറൊരാൾ പാടലെന്നൊക്കെ പറയുന്നത് നല്ലതല്ലേ.